Boche 1000 acres. Is it really worth the hype? ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് കാരണം ഞങ്ങളെ ട്രിപ്പ് ആകെ സ്പോയിലായി. എന്താ സംഭവിച്ചതെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ആൻഡ് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ദർ ഇസ് എ ചാൻസ് ടു വിൻ ദിസ് സെക്സി ഡോം സ്റ്റേ. അത് നിങ്ങൾക്ക് എങ്ങനെ അവെയിൽ ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഈ സെക്സി ഡോമിൻ്റെ ഒരു റൂം ടൂർ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. ഞാൻ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഈ വീഡിയോയിൽ ഞാൻ ഒരു ബഡ്ജറ്റ് ബ്രേക്ക് ഡൗൺ പോലെ എത്ര ഫുഡിനായി, ട്രാവൽ എത്രയായി, ആക്ടിവിറ്റീസ് എത്രയാണെന്ന് പറയാം. കാലിക്കറ്റിൽ നിന്ന് വയനാട് വരെ ഞങ്ങൾ EV ടിയാഗോയിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റീചാർജ് ചെയ്തത് 300 റുപ്പീസിനും തിരിച്ചൊരു ബാക്കപ്പ് പോലെ ഒരു 300 റുപ്പീസിനാണ് ഞങ്ങൾ റീചാർജ് ചെയ്തത്. അപ്പോൾ ട്രാവലിന് മൊത്തം 600 ആയി. സ്റ്റേക്കാണെങ്കിൽ 4200 ആണ് ഞങ്ങൾക്ക് ആയത്. അന്ന് ഓഫർ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആ റേറ്റിന് കിട്ടി. ഇന്നിപ്പോൾ അത് നോക്കുമ്പോൾ 13,000 ഒക്കെയാണ് കാണുന്നത്. ആസ് യു ഓൾ നോ, കപ്പിൾസിന് വേണ്ടി ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റേസ് അവൈലബിൾ ആണ്. ഒന്ന് സെക്സി ഡോം, അത് നോൺ AC ആണ്. പിന്നെ ഉള്ളത് ഹിൽ പോട്ട് സ്റ്റേ. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഹിൽ പോട്ട് സ്റ്റേ. ഇത് AC റൂമാണ്. ശരിക്കും ഒരു എസ്തെറ്റിക് ടച്ച് ഉള്ളൊരു സ്റ്റേ. ഇനി ഒരു നേച്ചർ വൈബ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയതാണ് ഈ മഡ് ഹൗസ്. ശരിക്കും മണ്ണ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയൊരു നല്ലൊരു കാം കൂൾ അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഗ്രൂപ്പായിട്ട് വിസിറ്റ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ടെൻറ്റ് സ്റ്റേ, ബംഗ്ലാവ് സ്റ്റേ ഇതൊക്കെയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് സിപ്പ് ലൈൻ, ജയൻറ്റ് സ്വിങ്, ATV റൈഡ്, സ്കൈ സൈക്ലിംഗ്, ജംഗിൾ സഫാരി. ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു ഓഫ് റോഡ് പോകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ട്രക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ദിസ് ഇസ് എ മസ്റ്റ് ട്രൈ. 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് 500cc-ൻ്റെയും ഒന്ന് 200cc-ൻ്റെയും. ആൻഡ് ഇവിടെയാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. കാലിക്കറ്റ് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബാക്കപ്പിന് വേണ്ടി ഒരു 3 കിലോമീറ്റേഴ്സ് അപ്പുറമാണ് EV ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ തീർന്നു പോയാലെന്ന് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു ATV റൈഡിലാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം, ഞങ്ങളോട് ചാർജ് ചെയ്തത് 1000, അത് വെറും 200cc, അതും ക്വാളിറ്റി ഇല്ലാത്തൊരു ATV. ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ ബ്രേക്ക് പൊട്ടി. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങളങ്ങനെ പകുതി വഴിയിൽ പെട്ടുപോയി. And yeah, it was a bad experience. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അവിടെ ഞങ്ങൾ ആ സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിപ്പ് ലൈനിൽ പോയി. അവിടെയും ഇത് തന്നെ. ഞങ്ങൾക്ക് സിപ്പ് ലൈൻ ഓൾമോസ്റ്റ് 500 per person, അതായത് 1000 ആണ് 2 പേർക്കും കൂടി ആയത്. പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് തരുന്നതിന് GoProയിൽ 500 per person. അപ്പം നമുക്ക് ടോട്ടൽ ആയതെന്ന് പറഞ്ഞാൽ 2000 റുപ്പീസ്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ബോജയുടെ തന്നെ ജയൻറ്റ് സ്വിങ്ങും പിന്നെ സിപ്പ് ലൈനും സൈക്ലിങ്ങും സ്കൈ സൈക്ലിംഗ് എല്ലാം ചൂസ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അടുത്തുള്ള ആക്ടിവിറ്റീസ് ഓപ്റ്റ് ചെയ്യാണ്ട് വന്നത്. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവിടെയുള്ള ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ മതി. അതായിരിക്കും എപ്പോഴും ബെറ്റർ. സെക്സി ഡോമിലൊരു ഫ്രീ സ്റ്റേ ബോച്ചെ അനൗൺസ് ചെയ്ത കാര്യം ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. ഇനി അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ഞാൻ പറയാം. ബോച്ചെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സാന്ത്വന സഹായ നിധിയും കൂടി ചേർന്നിട്ട് ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ മാർച്ച് 28-ന് 8:30 കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസാണ് 100 റുപ്പീസ്. അപ്പോൾ ഇതിൽ ലക്കി വിന്നേഴ്സിന് ഫസ്റ്റ് പ്രൈസായിട്ട് 2 പേർക്ക് ഓരോ പോത്തി വീതവും, സെക്കൻഡ് പ്രൈസായിട്ട് 2 പേർക്ക് ഓരോ മുട്ടനാട് വീതവും, പിന്നെ തേർഡ് പ്രൈസായിട്ട് ഈ സെക്സി ഡോമിൽ കപ്പിളിന് ഒരു ഫ്രീ സ്റ്റേ. ഇതാണ് ബോച്ചെ അനൗൺസ് ചെയ്തേക്കുന്നത്. സെക്സി ഡോമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് റെഫറൻസ് ആയിട്ട് നോക്കിയാൽ മതി. കപ്പിൾസ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് ടൂർ ആയിക്കോട്ടെ, വർക്ക് സ്ട്രെസ്സിൽ നിന്നും ഒരു ഡീടോക്സിഫിക്കേഷനാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ബ്രീഫായി പറയുകയാണെങ്കിൽ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും കാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും വിത്ത് ആംബിയൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി നിങ്ങൾ പറ, ഇത് വേർത്താണോ അല്ലയോ എന്ന്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.